മഴത്തോരും മുൻപേ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അലീനയ്ക്കൊപ്പം ബബിത കുളത്തുപുഴയിലെ ബംഗ്ലാവിലേക്ക് എത്തിയിരിക്കുകയാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേ ബബിതയുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. കമനീയമായ വിൻഡോ കർട്ടനുകൾ, സപ്രപഞ്ചം പോലെയുള്ള കിടക്ക, സോഫ സെറ്റി, TV, AC, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, ടീപ്പോ തുടങ്ങിയ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള മുറി. ബബിത അമ്പരപ്പോടെ ആ മുറിയിലൊന്ന് ചുറ്റിത്തിരിഞ്ഞു. നിലത്തു വിരിച്ച വൃത്താകൃതിയിലുള്ള പരവതാനിയുടെ പതുപതുപ്പിന്മേൽ പാദം അമർത്തി നോക്കി. എന്നിട്ട് അവൾ അലീനയുടെ മുഖത്തേക്ക് അതിശയത്തോടെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അലീന ചേച്ചിയുടെ റൂമായത്? അലീന പുഞ്ചിരിച്ചുകൊണ്ട് തലകുലുക്കിയിട്ട് പറയുകയാണ്, സ്വന്തം മുറി. പപ്പ എനിക്ക് വേണ്ടി ഒരുക്കി തന്നതാ മോളെ. സ്വന്തമാണോന്ന് ചോദിച്ചാൽ നമുക്കെന്താ സ്വന്തമായിട്ടുള്ളത്? ഒന്നുമില്ല. ജീവൻ പോലും ഉപേക്ഷിച്ചു പോകേണ്ടവരല്ലേ നമ്മളൊക്കെ. എന്നാലും ചേച്ചി രാജകൊട്ടാരത്തിലെ അന്തപ്പുരം പോലുള്ള ഈ മുറി ഇവിടെ ഇട്ടിട്ടാണോ ചേച്ചി കടപ്പാട്ടൂർ വന്ന് ഞങ്ങൾക്ക് വെച്ചു വിളമ്പി തരികയും ഞങ്ങളുടെ വിഴുപ്പലക്കുകയും മുറ്റവും വീടും തൂത്തു തുടക്കുകയും ഒക്കെ ചെയ്തത്? മോളെ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അനാഥയായി വളർന്ന് അടുക്കള ജോലിക്കാരിയായിട്ട് കഴിഞ്ഞുകൂടിയ എനിക്ക് ഇത്രയും നല്ലൊരു മുറി യേശു ഏർപ്പാടാക്കി തന്നില്ലേ? ഇനി അവൾ ഒരു ജോലിയും ചെയ്യാതെ സുഖിച്ചു മതിച്ച് കിടന്നോട്ടെ എന്ന് കരുതിയാണോ? ഒരിക്കലുമല്ല. എൻ്റെ കുഞ്ഞ് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടു വരുമ്പോൾ അവൾക്കൊരിത്തിരി നേരം വിശ്രമിക്കുവാൻ ഒരു നല്ല സ്ഥലം ഒരുക്കി കൊടുത്തേക്കാം എന്നേ യേശു കരുതിയിട്ടുള്ളൂ. അതിന് പപ്പയെ ശട്ടം കെട്ടി എന്ന് മാത്രം. ബബിത ഇമയനക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താടി നോക്കുന്നേ? വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞത്? ബബിത അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ആ തോളത്തേക്ക് മുഖം അമർത്തി മന്ത്രിക്കുകയാണ്. എനിക്ക് വിശ്വാസമായി ചേച്ചി, വിശ്വാസമായി. അവളുടെ സ്വരത്തിൽ നനവ് പടർന്നു. ഞാനൊക്കെ എന്തുമാത്രം അഹങ്കരിച്ചിട്ടുണ്ട് ചേച്ചി. സ്വർണ്ണക്കടയും ജൗളിക്കടയും ഒക്കെയുള്ള ബാലചന്ദ്രമേനോന്റെ മോളാണല്ലോ എന്ന് ഞാൻ എല്ലായിടത്തും ആ തണ്ട് കാണിച്ചിട്ടുമുണ്ട്. അലീന വാത്സല്യത്തോടെ അവളെ തഴുകിക്കൊണ്ട് പറയുകയാണ്, സാരമില്ല, അങ്ങനെ അഹങ്കരിച്ചതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ സ്ഥലം മാറിപ്പോകരുത്. സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് മോൾക്ക് ഞെളിഞ്ഞു നിൽക്കാം, എൻ്റെ അച്ഛൻ്റെ സ്വർണ്ണക്കടയാണിത്. അതുപോലെ ജൗളിൽ കടയിൽ ചെന്നിട്ടും ഗമ കാണിക്കാം, എൻ്റെ അച്ഛൻ്റെ ടെക്സ്റ്റൈൽ ഷോപ്പാണ്. പക്ഷേ സ്കൂളിൽ ചെല്ലുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ്റെ മോളല്ല, ജൗളിക്കടക്കാരൻ്റെ മോളുമല്ല. 100 കണക്കിന് വിദ്യാർത്ഥികളിൽ ഒരാൾ മാത്രം. ഇനി ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ? അപ്പോഴും സ്വർണ്ണക്കടക്കാരൻ്റെ മകളല്ല, അനേകം യാത്രക്കാരിൽ ഒരു യാത്രക്കാരി മാത്രം. ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴും സ്വർണ്ണക്കടക്കാരിയല്ല, ആ നടപ്പാത ഉപയോഗിക്കുന്ന കാൽനടക്കാരിൽ ഒരാൾ മാത്രമാണ്. എല്ലായിടത്തും മുതലാളിയുടെ മകളാകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ താളം തെറ്റുന്നത്. ബബിതയ്ക്ക് ഒരു കണ്ണുനീർത്തുള്ളി പോലെ കാര്യങ്ങൾ വ്യക്തമായി. ഒരു സങ്കീർണതയുമില്ല. ഇത്രയും വ്യക്തമായി മറ്റാർക്കും തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിത്തരാൻ പറ്റില്ലെന്ന് അവൾക്ക് തോന്നി. അവൾ നിഷ്കളങ്കതയോടെ ചോദിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചിയെ കാട്ടിത്തന്നതും യേശു തന്നെയാണോ? അലീന വീണ്ടും അവളുടെ കവളത്ത് മെല്ലെ ഒന്ന് തലോടി. എന്നിട്ട് പറയുകയാണ്, ദൈവം ഒന്നല്ലേ ഉള്ളൂ മോളെ, നിനക്കിഷ്ടമുള്ള പേര് വിളിച്ചു. ഞാനൊരു ക്രിസ്ത്യാനിയെ പോലെ വളർന്നതുകൊണ്ട് യേശു എന്ന് വിളിക്കുന്നു. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചിരുന്നതെങ്കിൽ എൻ്റെ ദൈവത്തെ ഞാൻ കൃഷ്ണൻ എന്ന് ചിലപ്പോൾ വിളിച്ചേനെ. മറ്റൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ എൻ്റെ ദൈവം അള്ളാഹു ആകുമായിരുന്നു. പക്ഷേ നമ്മൾ ജനിക്കുന്നതിന് മുൻപേ നമ്മുടെ മതവും ദൈവവും ഏതെന്ന് നമ്മുടെ കുടുംബങ്ങൾ തീരുമാനിച്ചു കഴിയും. നമുക്കതിൽ യാതൊരു പങ്കുമില്ല, ദൈവത്തിനുമില്ല. ഈ സമയത്ത് ആൻ്റപ്പൻ വാതുക്കൽ വന്ന് തൊണ്ട ചിണക്കി. ബബിത നാണത്തോടെ ആലിംഗനത്തിൽ നിന്നും അകന്നു. അപ്പോൾ ആൻ്റപ്പൻ ചോദിക്കുകയാണ്, ചോറുണ്ടായിരുന്നോ കുഞ്ഞെ? അലീന ചോദിക്കുകയാണ്, ഊണ് ഇവിടെ ഇല്ലേ ആൻ്റപ്പൻ ചേട്ടാ? ചോറ് വെച്ചിട്ടുണ്ട്. ഉണ്ടില്ലെങ്കിൽ എടുത്തു വെക്കട്ടെ എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഉണ്ടില്ല ആൻ്റപ്പൻ ചേട്ടാ. പപ്പ ഊണ് കഴിച്ചോ? കുറേ നേരം നിങ്ങളെ വെയിറ്റ് ചെയ്തു. സാബിൻ്റെ ചിട്ട അറിയാമല്ലോ. സാബ് ഊണ് കഴിച്ച് എഴുന്നേറ്റപ്പോഴാ നിങ്ങളുടെ വരവ്. സാരമില്ല, ഞങ്ങൾ കഴിച്ചോളാം. പിന്നെ ആൻ്റപ്പൻ ചേട്ടാ, ഇതെൻ്റെ അനുജത്തിയാ കേട്ടോ. പേര് ബബിത, പാലായിലാ വീട്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഇവളുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. ആൻ്റപ്പൻ ഊവെന്ന് തലയാട്ടി. അയാൾ തിരികെ കിച്ചണിലേക്ക് പോയി. 2 പേർക്ക് ഊണെടുത്ത് വെക്കുവാൻ പൗലോസിനോട് പറഞ്ഞു. ബൈജു ഇതിനകം നിന്നുകൊണ്ട് ഊണ് കഴിച്ചു തീർത്തു. അത് കണ്ടുകൊണ്ട് പൗലോസ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇത്തിരി അങ്ങോട്ട് മാറി നിന്ന് തിന്നാൻ പോലുമുള്ള ക്ഷമയുണ്ടായില്ലല്ലോ ബൈജു നിനക്ക്? വിളമ്പി വെച്ചു കൊടുത്ത ആ സ്ലാബെ തന്നെ നിന്നുകൊണ്ട് വെട്ടി വിഴുങ്ങിക്കളഞ്ഞല്ലോടാ. എൻ്റെ പൗലോസ് ചേട്ടാ, വിശന്നിട്ട് കണ്ണ് കാണാൻ മേലായിരുന്നു. മുതലാളിയുടെ മോളാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? എന്നാ പിശുക്കത്തിയാ. ഒരൊറ്റ ഹോട്ടലിൻ്റെ മുമ്പിൽ പോലും വണ്ടിയൊന്നും നിർത്തിയില്ല. അത് കേട്ടുകൊണ്ടാണ് അലീന കിച്ചണിലേക്ക് കടന്നത്. അലീന ചോദിക്കുകയാണ്, ആരാ ബൈജു പിശുക്കത്തി? ഞാനാണോ? ഒരു ഇരുട്ടടിയേറ്റതുപോലെ ബൈജു നടുങ്ങിപ്പോയി. പിശുക്കത്തിയോ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിശാങ്കത്തിയുടെ കാര്യമാണ് പറഞ്ഞത്. ആ എനിക്ക് മനസ്സിലായി. അലീനയുടെ പിന്നാലെ ചെറിയ പരിങ്ങലോടെ നടന്ന ബബിതയെ പൗലോസ് ഇടയ്ക്കിടെ പാളി നോക്കി. അലീന അപ്പോൾ പൗലോസിനോട് ചോദിക്കുകയാണ്, ഇവളെ മനസ്സിലായോ പൗലോസ് ചേട്ടന്? ബൈജു പറഞ്ഞായിരുന്നു. പൗലോസ് ബബിതയുടെ നേർക്കൊന്ന് നോക്കി. അലീനയോടൊപ്പം തന്നെ വലിപ്പമുള്ള പെൺകുട്ടി. അലീനയേക്കാൾ നിറവും സൗന്ദര്യവുമുണ്ട്. എന്നാൽ രൂപസാദൃശ്യം ഒന്നുമില്ലതാനും. അനുജത്തിയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്യം വേണ്ടേ? പൗലോസിന്റെ ആലോചന അങ്ങനെ പോയി.
പൗലോസ് അവർക്ക് ഊണ് വിളമ്പി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന ചോദിച്ചു, പപ്പ ക്ഷീണിച്ചു പോയല്ലോ പൗലോസ് ചേട്ടാ, ഭക്ഷണത്തിൻ്റെ ആണോ? എൻ്റെ കുഞ്ഞെ, എനിക്കറിയാവുന്നതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ ദേഷ്യം കൂട്ടിക്കുഴച്ച് കഴിച്ചാൽ വായും വയറും നിറയുമോ? എന്തിനാ ദേഷ്യം? അലീന കുഞ്ഞുമില്ല, അപ്പച്ചനുമില്ല, രണ്ടുപേരും ഇട്ടേച്ചു പോയൻ്റെയാ. ആരുമില്ലാതിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ആളും അനക്കവും വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇല്ലാതെ ആയപ്പോഴാണ് ഈ ദേഷ്യം തുടങ്ങിയത്. പൗലോസ് കിച്ചണിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ബബിത പറയുകയാണ്, അച്ഛനും ഇപ്പം ഇതേ അവസ്ഥയിലായല്ലോ ചേച്ചി. ഇത്രയും നാളും വീടും നിറച്ച ആളും ഉണ്ടായിട്ട് ഇന്നു മുതൽ അച്ഛൻ ഒറ്റയ്ക്കല്ലേ? സാരമില്ല മോളെ, എല്ലാം ഒന്ന് കലങ്ങി തെളിയണ്ടേ? തെളിയുവോ ചേച്ചി? കലങ്ങുമെന്ന് ഉറപ്പായി. ആഹാ, കലങ്ങുമ്പോൾ ചേച്ചി ആരുടെ കൂടെ നിൽക്കും? അച്ഛൻ്റെ കൂടെയോ അമ്മയുടെ കൂടെയോ? ഞാനേ മക്കളുടെ കൂടെ നിൽക്കും. അത് കേട്ടുകൊണ്ട് ബബിത ഒരു പുഞ്ചിരിയോടുകൂടി പറയുക, ആ അത് മതി, അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് അടിക്കട്ടെ. ആര് ജയിക്കും ആര് തോക്കും? രണ്ടിലൊരാൾ മാത്രം ജയിക്കുന്ന പ്രശ്നമേ ഇല്ല മോളെ. ഒന്നുകിൽ രണ്ടുപേരും തോൽക്കും, അല്ലെങ്കിൽ രണ്ടുപേരും ജയിക്കും. അതെങ്ങനെയാ? കടങ്കഥയാണോ? എനിക്കും അറിയില്ല എങ്ങനെയാണെന്ന്, പക്ഷേ ഉത്തരം ഇതാണ്. ബബിത ദീർഘമായൊന്ന് നിശ്വസിച്ചു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അലീന ചേച്ചിയുടെ പപ്പയെ ഞാൻ കണ്ടില്ലല്ലോ ഇതുവരെ. ആ, ഇപ്പം മയക്കത്തിലായിരിക്കും. ഊണ് കഴിഞ്ഞ് 1 മണിക്കൂർ ഒരു ഉറക്കം പതിവുള്ളതാ. എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം, എന്നാലും എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. വല്ലയിടത്ത് നിന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കാൻ പറ്റുമോ ചേച്ചി? ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ, നമുക്ക് അത്താഴ സമയത്ത് കാണാം. എന്നെ കണ്ടാൽ ഗെറ്റ് ഔട്ട് അടിക്കുവോ കേണൽ? സുരേഷ് ഗോപിയുടെ മാതിരി പുല്ലേന്ന്. അത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് അലീന കളിയായി അവളുടെ കൈത്തണ്ടയിൽ ഒരൊറ്റ അടി വെച്ചു കൊടുത്തിട്ട് പോടി അവിടുന്ന്. കൂടി വന്നാൽ നിന്നെ ഒന്ന് കണ്ണുരുട്ടി കാണിക്കുമായിരിക്കും. അതിനപ്പുറത്തൊന്നുമില്ല. ഊണ് കഴിഞ്ഞ് അലീന ബബിതയെ കൊണ്ടു നടന്ന് വീടെല്ലാം കാണിച്ചു കൊടുത്തു. നായ്ക്കൂടുകൾ കരികെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. ഇതേ എൻ്റെ അനുജത്തിയാ, ചുമ്മാ പേടിപ്പിച്ചേക്കരുത് കേട്ടോ. പ്രാക്കൂടിനരികിലും പോയി. അലീനയുടെ തോളത്തും ഉള്ളം കൈയിലും പ്രാവുകൾ വന്നിരിക്കുന്നത് കണ്ടിട്ട് ബബിതയ്ക്ക് അതിശയമായി. അവൾ ചോദിക്കുകയാണ്, ഒന്നിനെ ഇങ്ങ് തന്നേ ചേച്ചി. അലീന ഒരു പ്രാവിനെ ബബിതയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അയ്യോ ചേച്ചി. ബബിതയുടെ ദേഹം ആസകലം കുളിരി കോരുകയാണ്. എന്ത് രസമാ ചേച്ചി, ദേ ഇതെന്നെ നോക്കുന്നുണ്ടോ? ബബിതയെ ഒന്നുകൂടി നോക്കിയിട്ട് പ്രാവങ്ങ് പറന്നുപോയി. ഷോ, പോയല്ലോ. മതി, ബാ. അലീനെ അവളെ വിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് പോയി. എന്ത് രസമാ ചേച്ചി ഈ വീടും ലാൻഡ്സ്കേപ്പും എല്ലാം. ഇതെല്ലാം വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ചേച്ചിക്ക് എങ്ങനെ മനസ്സ് വരുന്നു? നമ്മുടെ ജോലി ചെയ്യണ്ടേ മോളെ, അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലീന സോഫയിലേക്ക് ഇരുന്നു. ബബിത അതേ സോഫയിൽ ഇരുന്നിട്ട് അലീനയുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. അലീന ടീപ്പോമേലിരുന്ന മാസിക എടുത്ത് മറിച്ചു നോക്കി. ബബിത അവളുടെ കൈയും മാസികയും ഒരു വശത്തേക്ക് തള്ളി മാറ്റി. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ എങ്ങോട്ട് അകറ്റി പിടിക്ക്, എനിക്ക് ചേച്ചിയുടെ മുഖം കണ്ടുകൊണ്ട് കിടക്കണം. എടീ, ഞാൻ വായിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഈ മാസിക കയ്യിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് മുഖം മറഞ്ഞു പോകുന്നെന്ന്. അത് കേട്ടുകൊണ്ട് അലീന ആ മാസിക എടുത്ത് ടീപ്പോയ്ക്ക് മേലിട്ടു. എന്നിട്ട് പറയുകയാണ്, കണ്ടോ, ശരിക്കും കണ്ടോ, മതിയാവുമ്പോൾ പറയണം കേട്ടോ. ബബിത ഇടത് കൈ ഉയർത്തി അലീനയുടെ കഴുത്തിലും കവളത്തും മെല്ലെ പിച്ചി. എന്നിട്ട് പറയുകയാണ്, മര്യാദയ്ക്ക് കിടക്കുവെണ്ണേ. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, ഞാനന്ന് വിഷം കുടിച്ചപ്പോൾ മരിച്ചു പോയിരുന്നെങ്കിൽ എന്തൊരു സങ്കടമായി പോയനെ. ആർക്ക് സങ്കടമായനെന്ന്? ഞങ്ങൾക്ക്, അച്ഛനും അമ്മയ്ക്കും എനിക്കും രോഹിത്തിനും കൃഷ്ണമോൾക്കും. നിനക്കോ? നിനക്കെന്ത് സങ്കടം? നീയൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെയല്ല ചേച്ചി, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് അലീന ചേച്ചിയുടെ ഈ സ്നേഹം കിട്ടുമായിരുന്നു. നമ്മൾ രണ്ടും ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവരാണെന്ന് എനിക്കറിയാൻ കഴിയുമായിരുന്നോ? ചേച്ചിയുടെ കൂടെ എനിക്ക് കുളത്തുപുഴയിൽ വരാൻ സാധിക്കുമായിരുന്നോ? ഞാൻ എന്തൊരു മണ്ടത്തരവാ കാണിച്ചത്. ഉടനെ ബബിത വിതുമ്പി കരഞ്ഞുകൊണ്ട് അലീനയുടെ വയറിലേക്ക് മുഖം ചേർത്തു. അപ്പോൾ അലീന അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുക, ഇത്രയ്ക്ക് അങ്ങോട്ട് വിഷമിക്കാൻ നീ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ? തുടർന്ന് കാണുന്നത് സ്റ്റാൻലിയാണ്. സ്റ്റാൻലി മയക്കം വിട്ട് എഴുന്നേറ്റ് ചായയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കുറച്ചുനാൾ മുമ്പായിരുന്നുവെങ്കിൽ എഴുന്നേറ്റ ഉടനെ ഒരു പെഗ്ഗൊഴിച്ച് കഴിക്കുകയാണ് പതിവ്. അലീന പതിയെ പതിയെ സ്റ്റാൻലിയുടെ മദ്യപാനത്തിന്റെ അളവ് കുറച്ചതിന് ശേഷം ചില നേരങ്ങളിലെ കോട്ട ഒഴിവാക്കി. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടതേ സ്റ്റാൻലിക്ക് മനസ്സിലായി ചായ എത്തിക്കഴിഞ്ഞുവെന്ന്. യെസ്, കമീൻ. അലീന ചായയുമായി കയറി വന്നു. അത് കൈപ്പറ്റിയിട്ട് സ്റ്റാൻലി പറയുകയാണ്, എത്രയോ ദിവസമായി നീ എനിക്കൊരു ചായ തന്നിട്ട്. ആ, അതുകൊണ്ട് ഇതിപ്പോൾ ഡബിൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അലീനയുടെ കുസൃതി കലർന്ന വർത്തമാനം കേട്ടിട്ട് സ്റ്റാൻലി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയുക, നീ അല്പം ക്ഷീണിച്ചു പോയി. അതിന് അലീന, ഇവിടായിരുന്നപ്പോൾ അമിതാഹാരമല്ലായിരുന്നോ? പപ്പ മിച്ചം വെക്കുന്നത് കൂടി എടുത്ത് കഴിക്കുന്ന ഡ്യൂട്ടി എനിക്കായിരുന്നല്ലോ. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, പുതിയ പ്ലാൻ വല്ലതും ഉണ്ടോ കയ്യിലിരിപ്പ്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ പപ്പ, ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ. എന്ത് പ്രോഗ്രാം? സ്റ്റാൻലിയുടെ ഒച്ച കനത്തു. സിംഗപ്പൂർ, മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് പാക്കേജ്. ആ സ്കീം നമുക്ക് ഒന്നിച്ചു പോകാം. ഓ, അതൊന്നും ഇനി നടക്കൂല. നിനക്ക് പാസ്പോർട്ട് ഇല്ലാതെ എങ്ങനെയാ വിദേശയാത്ര നടത്തുന്നത്? പപ്പായ്ക്ക് എയർ ടിക്കറ്റ് ഇല്ലാതെ പോകാമെങ്കിൽ എനിക്ക് പാസ്പോർട്ട് ഇല്ലാതെയും പോകാം പപ്പ. അലീന കുസൃതി ചിരിയോടെ പറഞ്ഞിട്ട് മുറി വിട്ടിറങ്ങിപ്പോയി. സ്റ്റാൻലി ഒരു ചെറിയ ചമ്മലോടെ കുനിഞ്ഞിരുന്നു.
ചായ കുടിച്ച ശേഷം അയാൾ സന്തത സഹചാരികളായ നായ്ക്കളെയും കൂട്ടി ജീപ്പിന്റെ കീയും എടുത്ത് തോട്ടത്തിലേക്ക് പോകുവാൻ ഇറങ്ങി. അയാൾ സിറ്റൗട്ടിലേക്കുള്ള വാതിൽ കടന്നതും നീളൻ വരാന്തയിലൂടെ വന്ന പെൺകുട്ടി വാതിലിന് നേർക്ക് തിരിഞ്ഞതും ഒപ്പമായിരുന്നു. സ്റ്റാൻലി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. വൈജയന്തി 25 വർഷം മുമ്പത്തെ അതേ രൂപത്തിൽ, അതേ വേഷത്തിൽ. ഇത് സ്വപ്നമോ മായക്കാഴ്ചയോ? ചോരഞരമ്പുകൾ പിണഞ്ഞു കിടക്കുന്ന വലിയ കണ്ണുകളിൽ നിന്നുള്ള നോട്ടമേറ്റ് ബബിത പരിഭ്രമിച്ചു പോയി. ഒരു വലിയ മനുഷ്യരൂപം വാതിലിനരികെ നിറഞ്ഞു നിൽക്കുന്നു. അവൾ പെട്ടെന്ന് ഭിത്തിയിലൂടെ മുതുകു നിരക്കി വാതിൽ കടന്നു. പിന്നെ അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ടൊരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അലീന ആ മുറിയിൽ അലക്കാനുള്ള തുണികൾ ബക്കറ്റിലെടുത്തിടുകയായിരുന്നു. ബബിത പേര് വിളിക്കുന്നത് കേട്ട് അവൾ നിവർന്നു. അപ്പോഴേക്കും ബബിത മുറിയിലേക്ക് ഓടിക്കയറി വരികയും ചെയ്തു. എന്തുപറ്റി മോളെ? നിന്നെ ആരെങ്കിലും ഓടിച്ചോ അതോ നീ പേടിച്ചോ? അലീന ചേച്ചിയുടെ പപ്പയാണെന്ന് തോന്നുന്നു. ഒരു വലിയ ആള്, തടിയൻ. ബബിത താൻ ഓടി വന്ന ദിക്കിലേക്ക് കൈ ചൂണ്ടി. ഹാ, അതിനാണോ നീ ഓടിയത്? അലീന ചേച്ചി പറഞ്ഞത് ശരിയാ. എന്നെ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കി. ബബിത കണ്ണുമിഴിച്ച് അഭിനയിച്ച് കാണിച്ചു. ഹോ, എന്റെ പ്രാണൻ പാതി പോയി. നിന്റെ ഒരു കാര്യം, പപ്പയും പേടിച്ചു പോയി കാണും നിന്റെ ഓട്ടം കണ്ടിട്ട്. വാ നോക്കാം. അലീന ഇടനാഴിയിലേക്ക് ഇറങ്ങി. ഞാനില്ല. വാടി ഇങ്ങോട്ട്. എന്നെ കണ്ടുകൂടാത്ത ആളല്ലേ, ഞാൻ വരില്ല. അലീന സിറ്റൗട്ട് വരെ ചെന്ന് നോക്കി. ഒരു ജീപ്പ് ഗേറ്റിലേക്ക് പോകുന്നത് മാത്രം കണ്ടു. പപ്പ തോട്ടത്തിലേക്ക് പോയതാണെന്ന് അവൾക്ക് മനസ്സിലായി. പോകുന്ന വഴിയിൽ സ്റ്റാൻലി പഴയ ഓർമ്മകളിലേക്ക് മെല്ലെ ഊളിയിട്ട് പോയി. അയാൾ മെല്ലെയാണ് ജീപ്പ് ഓടിക്കുന്നത്. തിടുക്കമൊന്നുമില്ല. കോളേജ് വിടുവാൻ ഇനിയും സമയമുണ്ട്. സെന്റ് ജോൺസ് ക്രോസിംഗിൽ ഇടതുഭാഗം ചേർന്ന് നന്നായി ഒതുക്കി ജീപ്പ് നിർത്തി. എന്നിട്ടും സ്വയം നോക്കി. മിലിറ്ററി ജീപ്പിൽ, മിലിറ്ററി യൂണിഫോമിൽ തന്റെ പേഴ്സണാലിറ്റി തരക്കേടില്ലെന്ന് അയാൾക്ക് തന്നെ തോന്നി. കൊള്ളാം. കോളേജ് വിട്ട് വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരുന്നുണ്ട്. വൈജയന്തി എവിടെ? ഓർക്കാപ്പുറത്ത് മുൻപിൽ ചെന്നു പെട്ടതുപോലെ വേണം ചെല്ലാൻ, അല്ലെങ്കിൽ ക്ഷീണമാണ്. ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ കോളേജ് റോമിയോയെ പോലെ തരം താഴാൻ പാടില്ല. അപ്പോഴതാ കാണുന്നു വൈജയന്തി ഫയല് മാറത്തടുക്കി പിടിച്ച് ഒരരയന്നത്തെ പോലെ. ജീപ്പ് നേരെ മുൻപിൽ കൊണ്ടുപോയി സഡൻ ബ്രേക്ക് ഇട്ടു. വൈജയന്തി മുഖം തിരിച്ചു നോക്കുന്നു. ഉവ്, തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പുതിയ ഭാവത്തിലുള്ളൊരു മന്ദസ്മിതം, താജ്മഹലിന്റെ ഭംഗിയുള്ള പുഞ്ചിരി. ഹലോ വൈജയന്തി മേനോൻ. ഹലോ. ക്ലാസ് കഴിഞ്ഞെങ്കിൽ കയറിക്കോളൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ബുദ്ധിമുട്ടാവും. ഇതെന്റെ വണ്ടിയല്ല, മിലിറ്ററി വാഹനമാണ്. കന്റോൺമെന്റിലേക്കാണ് ഞാൻ. പിന്നെന്താ പ്രശ്നം? അതോ ഇനിയും സൈക്കിൾ റിക്ഷയിലേക്ക് കയറുമെന്നുണ്ടോ? ഒന്ന് മടിച്ചു നിന്ന ശേഷം വൈജയന്തി ആ ജീപ്പിലേക്ക് കയറുന്നു. ജീപ്പ് മുൻപോട്ട് നീങ്ങി. ഞാൻ സിഗ്നൽസിലെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് വരികയാണ്. അപ്പോഴാണ് നേരെ മുൻപിൽ. വാട്ട് എ സർപ്രൈസ്. വൈജയന്തിയുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. അവൾ സെന്റ് ജോൺസ് കോളേജിൽ PGക്ക് പഠിക്കുകയാണെന്ന് നേരത്തെ അറിയാം. മേജർ ഗംഗാധര മേനോന്റെ ക്വാർട്ടേഴ്സിൽ പോയപ്പോഴെല്ലാം കണ്ടിട്ടുണ്ട്. കാണാൻ മാത്രമായി എന്തെങ്കിലും കാരണമുണ്ടാക്കിയും പോയിട്ടുണ്ട്. കാണുമ്പോഴെല്ലാം പുഞ്ചിരി കൈമാറിയിട്ടുമുണ്ട്. തനിക്ക് കഴിക്കാനായി അമ്മയുണ്ടാക്കി ആരുടെയെങ്കിലും കൈവശം കൊടുത്തയക്കുന്ന നാനാതരം പലഹാരങ്ങൾ ഗംഗാധര മേനോന്റെ വീട്ടിൽ കൊണ്ടുപോയി കാഴ്ചവെക്കുന്നത് ഇതിലൊരു വിഹിതം വൈജയന്തിയും കഴിക്കുമല്ലോ. ആ നിമിഷമെങ്കിലും അവൾ തന്നെപ്പറ്റി ഓർക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ മനസ്സിലെ പ്രണയം ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. സുപ്പീരിയർ ഓഫീസറുടെ സഹോദരിയാണ്. വ്യത്യസ്ത മതങ്ങളും. തന്റെ സഹോദരിയുടെ മേൽ ഈ നസ്രാണിച്ചക്കൻ ഒരു കണ്ണുണ്ടെന്ന് മേജർ ഗംഗാധര മേനോൻ അറിഞ്ഞാൽ കീഴുദ്യോഗസ്ഥന്റെ ഔദ്യോഗിക ഭാവിയിൽ കൊടുങ്കാറ്റും ഇടിമിന്നലുകളും സംഭവിച്ചേക്കാം. പക്ഷെ തല പോയാലും ശരി, ഈ സൗന്ദര്യത്തിടമ്പിനെ കൈവിടാൻ വയ്യ. മറ്റൊരാൾ സ്വന്തമാക്കുന്നത് ആലോചിക്കാൻ പോലും സാധ്യമല്ല. ജീപ്പ് മുൻപോട്ട് പോവുകയാണ്. വല്ലാത്തൊരു മൗനം തളം കെട്ടി നിൽക്കുന്നു. സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വിഷയം വേണമല്ലോ. സ്റ്റാൻലി തന്നെ ചോദിക്കുകയാണ്. ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. പഠിക്കാൻ എങ്ങനെ? ആ, സാമാന്യം മണ്ടിയാണ്. അത് പറയുമ്പോഴുണ്ടായിരുന്ന വൈജയന്തിയുടെ ആ ചിരി കാണുവാൻ എന്തൊരു ഭംഗിയായിരുന്നു. താനും ചിരിച്ചു. സെന്റ് ജോൺസിലാണ് പഠിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ക്വാർട്ടേഴ്സിൽ വരുമ്പോഴെല്ലാം അവിടെ കാണാറുണ്ട്. മറുപടിയില്ല, ഒരു മന്ദഹാസം മാത്രം. 6 കിലോമീറ്റർ എത്ര പെട്ടെന്നാണ് ഓടിത്തീർന്നത്. കന്റോൺമെന്റിലെത്തിയിരിക്കുന്നു. ക്വാർട്ടേഴ്സിനപ്പുറത്തെ ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി. വൈജയന്തി ഇറങ്ങി. താങ്ക്സ്. ഇത് പറഞ്ഞിട്ട് ഒരു കള്ള നോട്ടം കൂടി നോക്കി. എന്നിട്ട് ചോദിക്കുക, എന്നും പോകാറുണ്ടോ സിഗ്നൽസിലെ ഫ്രണ്ടിനെ കാണാൻ? അതും സെന്റ് ജോൺസ് വഴി ഒരുപാട് ചുറ്റിത്തിരിഞ്ഞ്. സ്റ്റാൻലിയുടെ നെറ്റ് ജീപ്പിന്റെ ചില്ലിലിടിക്കേണ്ടതായിരുന്നു. സഡൻ ബ്രേക്ക് ഇട്ടത് എന്തിനാണെന്ന് സ്റ്റാൻലിക്ക് പോലും മനസ്സിലായില്ല. ഇത് ഏത് സ്ഥലം? വൈജയന്തി എവിടെ? എവിടെ? ആഗ്ര കന്റോൺമെന്റ്. തോട്ടത്തിലെ കലിങ്കിനരികിലാണ് ജീപ്പ് ഇപ്പോൾ നിൽക്കുന്നത്. അടുത്തതായി കാണുന്നത് ബംഗ്ലാവിൽ വൈകിട്ട് അത്താഴം കഴിക്കുന്ന സമയമാണ്. അലീനയും ബബിതയും ചേർന്നാണ് അത്താഴം വിളമ്പിയത്. സ്റ്റാൻലി ഊണുമേശയ്ക്കടുത്തേക്ക് വരുന്നത് കണ്ടുകൊണ്ട് ബബിത പറയുകയാണ്, പപ്പ 5 മിനിറ്റ് ലേറ്റായി കേട്ടോ. ആഹാ, ഫൈൻ തരണോ ഞാൻ? വേണ്ട, ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിച്ചേക്കാം. പപ്പ, ദേ ഇവളാണ് ബബിത. ഓ, ഐ സീ. സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ ബബിതയെ നോക്കി. ഇറ്റ്സ് വെരി നൈസ് ടു മീറ്റ് യു. സിറ്റ് ഡൗൺ പ്ലീസ്. സ്റ്റാൻലി ഇരുന്നു. ഒപ്പം മറ്റുള്ളവരും ഇരുന്നു. സ്റ്റാൻലി കഴിക്കുന്നതിനിടയിൽ ബബിതയുടെ നേർക്ക് പാളി നോക്കി. പരിങ്ങലോടെ പെട്ടെന്ന് നോട്ടം പിൻവലിച്ചു.
അവൾ തൻ്റെ നേർക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വൈജയന്തി തന്നെ. ഉടനെ അലീന പറയുകയാണ്, പപ്പയെ ഞാൻ ഔതക്കുട്ടിച്ചാനെ വിളിച്ചു. നാളെ കാലത്ത് തന്നെ കക്ഷി ഇവിടെ ഹാജരാകുമെന്ന് ഒരു വിളംബരം ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വേണ്ട, എൻ്റെ മകളെ കൊള്ളാം, എന്നെ വേണ്ട, അതിനി ഇവിടെ നടപ്പില്ല. ബബിത അപ്പോൾ മുഖം തിരിച്ച് അലീനയെ ഒന്ന് നോക്കി. അലീന കണ്ണടച്ച് കാണിച്ചു. ബബിത അവിടെ ഇരിക്കുന്നത് കൊണ്ട് പപ്പ അസ്വസ്ഥനാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഭക്ഷണം വേഗം കഴിച്ചു തീർത്ത് അയാൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. അലീന ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്റ്റാൻലിയുടെ മുറിയിലേക്ക് ചെന്നു. അയാൾ അലമാരയുടെ അടിത്തട്ടുകളിൽ അടഞ്ഞുകിടന്ന എന്തൊക്കെയോ സാധനങ്ങൾ പുറത്തെടുത്തിട്ട ശേഷം ഒരു ടവൽ കൊണ്ട് പൊടി തട്ടി തുടയ്ക്കുകയായിരുന്നു. അപ്പോൾ അലീന പറയുകയാണ്, എന്നോട് പറഞ്ഞാൽ പോരെ പപ്പ, ഞാനിതെല്ലാം പൊടി തട്ടി വൃത്തിയാക്കി തരില്ലേ? ഓ, ഇതെനിക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ല, എന്താ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? ഒന്നുമില്ല. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? പോയി കിടന്നുറങ്ങരുതോ? ഞാനൊരു ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി മാത്രം വന്നതാ. ആ ശരി, ഗുഡ് നൈറ്റ്. എന്നെ പറഞ്ഞു വിടാൻ എന്താ ഇത്ര ധൃതി? ഏതാണ്ട് കള്ളത്തരം ഉണ്ടല്ലോ. അലീന കുനിഞ്ഞ് നിലത്ത് കിടന്ന് ഒരു ഡയറി എടുത്ത് പൊടി തട്ടി. അതൊന്നും എടുക്കണ്ട അലീന, അവിടെ വയ്ക്ക്. സ്റ്റാൻലി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അതിൽ നിന്നും ഏതാനും ഫോട്ടോഗ്രാഫുകൾ താഴെ കുതിർന്നു വീണു. അലീന അതിൽ നിന്നും ഒന്ന് എടുത്തു നോക്കി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹാഫ് സൈസ് ഫോട്ടോ. എൻ്റെ യേശുവേ, ഇതാര്? വൈജയന്തി അല്ലേ പപ്പ ഇത്? ആ, അതൊരു പഴയ ഫോട്ടോഗ്രാഫാ. അത് ആ ഡയറിയിൽ എങ്ങാണ്ട് കാണാതിരുന്നതാണ്, സ്റ്റാൻലി ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു. നോക്കണേ, ബബിതയുടെ അസിൽ പകർപ്പ്. അലീനയ്ക്ക് അങ്ങോട്ട് അതിശയം തീരുന്നില്ല. അവൾ മറ്റു ഫോട്ടോകളും എടുത്തു നോക്കി. ഒരു പാസ്പോർട്ട് സൈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബബിത. അതിൻ്റെ മേൽ ഒരു പച്ച സീല്. ഏതോ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റിൽ നിന്നും പൊളിച്ചെടുത്തതാണ്. ഇനിയുള്ളത് പോസ്റ്റ് കാർഡ് സൈസ് കളർ ഫോട്ടോകളാണ്. താജ്മഹലിൻ്റെ പശ്ചാത്തലത്തിൽ സാരിയും എടുത്ത് സുസ്മേരവദനയായി ബബിത. ഒരു നദിയുടെ കരയിൽ സൽവാറും കമ്മീസും ധരിച്ച ബബിത. അലീന നിലത്തേക്ക് നോക്കി. ഡയറികളുടെ പുറംചട്ടയിൽ എഴുതിയിരിക്കുന്ന വർഷം അവൾ വായിച്ചു. 1982. മറ്റൊരെണ്ണം 1981. ഇനിയൊന്ന് 1983. പോക്കറ്റ് ഡയറി സൈസിലുള്ള 2-3 ചെറിയ ഫോട്ടോ ആൽബങ്ങൾ. അലീന ഒരെണ്ണം എടുത്തപ്പോൾ സ്റ്റാൻലി അത് തട്ടിപ്പറിച്ചു. എന്നിട്ട് പറയുകയാണ്, മതി മതി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിടണ്ട. പപ്പയ്ക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാം അല്ലേ? ഞാൻ എന്തു ചെയ്തു? ഇപ്പം ഇതൊക്കെ എടുത്ത് നോക്കേണ്ട ആവശ്യം എന്താ? ഇത്രയും കാലം ഇതിവിടെ പൊടി പിടിച്ച് കിടക്കുകയല്ലായിരുന്നോ? അപ്പോഴേക്കും സ്റ്റാൻലി മസിൽ പിടിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കിപ്പോഴാ സൗകര്യം കിട്ടിയത്. എന്നിട്ട് ഇത്രയും കൂടെ കൂട്ടിച്ചേർത്തു. ഞാൻ വേറൊരു സാധനം നോക്കിയപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ കിടക്കുന്നു. ഇതൊന്നും കത്തിച്ച് കളഞ്ഞില്ലായിരുന്നോ? ആൻ്റപ്പനോട് ഞാൻ പണ്ടേ പറഞ്ഞതാ, വേസ്റ്റ് ഒന്നും അലമാരിയിൽ കൂട്ടിയിടരുതെന്ന്. എന്നോട് പറഞ്ഞാൽ പോരെ പപ്പ, ഞാൻ ഇപ്പം തന്നെ കത്തിച്ച് കളഞ്ഞേക്കാം. അലീന അതെല്ലാം കൂടി വാരിയെടുത്തു. അപ്പോൾ സ്റ്റാൻലി, വേണ്ട വേണ്ട, അവരവർ ചെയ്യേണ്ട പണികളുണ്ട്, അതുമാത്രം ചെയ്താൽ മതി. നീ അവിടെ വെച്ചിട്ട് പോ. അലീന അപ്പോൾ മുഖം ചെരിച്ച് കൺകോണുകളിലൂടെ നോക്കിയിട്ട് ഒരു ഈണത്തിൽ വിളിക്കുകയാണ്, പപ്പയേ. സകല കള്ളത്തരങ്ങളും പിടിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ധ്വനി ആ വിളിയിലുണ്ടായിരുന്നു. അലീന വീണ്ടും പറയുകയാണ്, ഞാനൊരു സത്യം പറയട്ടെ പപ്പ. ഇന്ന് ബബിതയെ കണ്ടപ്പോൾ പപ്പയ്ക്ക് വൈജയന്തിയുടെ ഓർമ്മ വന്നു. പഴയ വൈജയന്തിയെ ഒന്നുകൂടെ കാണണമെന്ന് തോന്നി. വേറൊന്നിനുമല്ല, ബബിതയുമായിട്ടൊന്ന് ഒത്തു നോക്കാൻ. സ്റ്റാൻലി നിരായുധനായിപ്പോയി. തലയൊളിപ്പിക്കാൻ ഒരു ബങ്കർ പോലുമില്ല. അപ്പോൾ അലീനയുടെ അടുത്ത കമൻറ്റ്, പഴയതൊന്നും നശിപ്പിച്ച് കളയാതെ പാത്തു വെച്ചിരിക്കുകയായിരുന്നു കള്ളൻ. സ്റ്റാൻലി വെറുതെ തലയും താടിയും തടവി അങ്ങിങ്ങ് പതറി നോക്കി. അലീന നിലത്തിരുന്നിട്ട് ഡയറികളും ഫോട്ടോകളും ബുക്കുകളും ഒക്കെ എടുത്തു. പപ്പയുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങി അതിലെ പൊടിയെല്ലാം തുടച്ചു. എന്നിട്ട് അവൾ അപേക്ഷയോടെ പപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഞാനിതൊന്ന് തുറന്നു നോക്കിക്കോട്ടെ പപ്പ? വേണ്ട വേണ്ട, എനിക്കത് നാണക്കേടാ. വേറെ ആരുടെയും പടമല്ലല്ലോ, എൻ്റെ പപ്പയുടെയും അമ്മയുടെയും പടങ്ങളല്ലേ. അവർ സ്നേഹിച്ചിരുന്ന കാലത്തെയല്ലേ. സ്റ്റാൻലി മനസ്സില്ലാ മനസ്സോടെ എന്നവണ്ണം അലസമായൊന്നു മൂളി. അലീന ഒരു ആൽബം മറിച്ചു. ഓരോ പേജിലും പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഓരോ ഫോട്ടോ വീതം. ചിലത് കവർ ചെയ്ത പ്ലാസ്റ്റിക്കിലേക്ക് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അമ്മയുടെ ഫോട്ടോകളാണ് അധികവും. അമ്മ മുഗൾ രാജവംശകാലത്തെ രാജകുമാരി വേഷമണിഞ്ഞു നിൽക്കുന്നു. അമ്മ ഒരു കുതിരവണ്ടിക്ക് മുൻപിൽ നിന്ന് ചുട്ട ചോളം കടിച്ചു തിന്നുന്നു. അമ്മ താജ്മഹലിൻ്റെ മാർബിൾ സ്തംഭത്തിൽ ചാരി നിൽക്കുന്നു. ഒരു ഫോട്ടോയിൽ തൊട്ട് കാണിച്ചുകൊണ്ട് അലീന ചോദിക്കുകയാണ്, ഇതെവിടെ പപ്പ ഈ സ്ഥലം? ആഗ്ര ഫോർട്ട്. അലീന അപ്പോൾ ചിരിയോടെ പറയുകയാണ്, അമ്മയൊന്ന് നല്ല സുന്ദരിയായിരുന്നു അല്ലേ പപ്പ? അല്ലെങ്കിൽ പിന്നെ പപ്പയെപ്പോലെ ഒരാൾ വീണു പോകത്തൊന്നുമില്ലല്ലോ. അലീന താളുകൾ മറിക്കുമ്പോൾ സ്റ്റാൻലിയും ഫോട്ടോകൾ കാണുന്നുണ്ടായിരുന്നു. പപ്പയും ഒത്തിരി സുന്ദരനായിരുന്നു കേട്ടോ, ഇപ്പം കാണുന്നത് പോലെയൊന്നും അല്ല. ഇത് കണ്ടോ പപ്പ, വൈജയന്തിയുടെ ക്ലോസപ്പ്, ബബിതയെപ്പോലെ തന്നെ അല്ലേ? സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. ദേ അമ്മ കുതിരപ്പുറത്ത്. അലീനയ്ക്ക് ചിരി വന്നു. അടുത്ത ആൽബത്തിലെ അറകൾ മിക്കവാറും ശൂന്യമായിരുന്നു. അവിടെ ചില ഫോട്ടോഗ്രാഫുകൾ മാത്രം. സ്റ്റാൻലി വൈജയന്തിയുടെ തോളിൽ ഒരു ഷാൾ പുതപ്പിക്കുന്ന പടം. പച്ച നിറമുള്ള ഷാളിൽ തുന്നിയ റോസാപ്പൂക്കൾ. അടുത്ത പേജിലെ ചിത്രം അലീനയെ വികാരാധീനയാക്കി. ഒരേ ഷാൾ പുതച്ച് തമ്മിൽ ചേർന്ന് നിൽക്കുന്ന സ്റ്റാൻലിയും വൈജയന്തിയും.
സ്റ്റാൻലി വൈജയന്തിയുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സ്നേഹലോലുപരായ ഇണകൾ. അലീനയ്ക്കത് എത്ര കണ്ടിട്ടും മതിയായില്ല. അടുത്ത ഒരു മുറിക്കുള്ളിൽ വെച്ചെടുത്ത ചിത്രമായിരുന്നു. വൈജയന്തി നാണം കലർന്ന പുഞ്ചിരിയോടെ ഒരു സോഫയിലിരിക്കുന്നു. പപ്പ അവരുടെ തോളിൽ താടി മുട്ടിച്ച് അമ്മയുടെ വയറിനു മീതെ ഒരു കൈ വെച്ചിരിക്കുന്നു. അമ്മയുടെ വയറ് കുറച്ച് വീർത്തുന്തിയിട്ടുണ്ട്. അലീന അത് കണ്ട് തരിച്ചിരുന്നു പോയി. അവൾ മെല്ലെ മുഖമുയർത്തി സ്റ്റാൻലിയെ നോക്കി. തുടർന്ന് വൈജയന്തിയുടെ വയറിന്മേൽ വിരൽ കൊണ്ട് തൊട്ടിട്ട് ചോദിക്കുകയാണ്, ഞാനല്ലേ പപ്പ ഇത്? സ്റ്റാൻലിയും വികാരാധീനനായി കഴിഞ്ഞിരുന്നു. അയാൾ പതിയെ തലയാട്ടി. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തൻ്റെ പപ്പയും അമ്മയും, അമ്മയുടെ ഉദരത്തിൽ താനും. അലീന വിതുമ്പിപ്പോയി. പെട്ടെന്ന് സ്റ്റാൻലി അങ്ങ് വല്ലാതായി. അയാൾ ചോദിക്കുക, എന്താ ഇത്? എന്തുപറ്റി? അലീന കണ്ണുനീരോടെ പപ്പയെ നോക്കി. ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും നമുക്ക് 3 പേർക്കും കൂടി ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലല്ലോ പപ്പായെ. ഒരു ദിവസം പോലും 3 വഴിക്ക് പിരിഞ്ഞു പോകാനായിരുന്നല്ലോ നമ്മുടെ വിധി. അലീന സ്റ്റാൻലിയുടെ കാൽമുട്ടിലേക്ക് നെറ്റി ചേർത്ത് ഏങ്ങലടിച്ച് കരഞ്ഞു. സ്റ്റാൻലിക്കും വല്ലായ്മയായി. അയാൾ മകളുടെ ശിരസിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.